ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 21 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞ ഏറെ ശ്രദ്ധേയമായ ഒരു പരാമർശമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഭവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവനെ പിതാവും സ്നേഹിക്കും. എൻ്റെ കൽപ്പനകൾ പാലിച്ച് എന്നോട് സ്നേഹം കാണിക്കുന്നവൻ്റെ അടുക്കൽ ഞാൻ ചെന്ന് ഞാനും എൻ്റെ പിതാവും ചേർന്ന് അവനിൽ വാസമുറപ്പിക്കും എന്ന് ഈശോ പറഞ്ഞു വെക്കുക. യൂദാസ്കറിയോത്ത പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണല്ലോ യൂദാ തദേവൂസുമായിട്ട്. അതുകൊണ്ട് തന്നെ സുവിശേഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, യൂദാ തദേവൂസ്, ഇസ്കറിയോത്ത അല്ലാത്ത യൂദാസ്. ഈശോയോട് ചോദിക്കുകയാണ്, കർത്താവേ, നീ നിന്നെ തന്നെ വെളിപ്പെടുത്തും, ലോകത്തിന് വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഈശോ അതിന് ഉത്തരമായിട്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. ഞാനും എൻ്റെ പിതാവും ചേർന്ന് വാസമുറപ്പിക്കുന്നവൻ, ഞാനും എൻ്റെ പിതാവും ചേർന്ന് കൂടെ വസിക്കുന്നവൻ, അവനെ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയുടെ, പ്രത്യേക അഭിഷേകത്തിൻ്റെ, പ്രത്യേക അനുഗ്രഹത്തിൻ്റെ മകനായി മകളായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെ വസിക്കാൻ ഞാനും എൻ്റെ പിതാവും, പിന്നീട് ഈശോ പറയുന്നുണ്ട്, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം വന്ന് കൂടെ വസിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയായിട്ട് ഈശോ പറഞ്ഞു വെക്കുന്നത് അവൻ്റെ കൽപ്പനകൾ പാലിക്കുക, അവനെ സ്നേഹിക്കുക. അവൻ്റെ കൽപ്പനകൾ പാലിച്ച് അവനെ സ്നേഹിക്കുന്നവനോട് കൂടെ അവൻ വസിക്കും. ഇത് പ്രത്യാശയുടെ വചനമാണ് പ്രിയപ്പെട്ടവരെ. കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ മലമറിക്കണമെന്നൊന്നും ഈശോ പറയുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, കൽപ്പനകൾ പാലിക്കുക, അവനെ സ്നേഹിക്കുക. കർത്താവ് നമുക്ക് നൽകിയ 10 കൽപ്പനകൾ സ്നേഹത്തിൻ്റെ പ്രമാണങ്ങളാണെന്ന് നമുക്കറിയാം. സ്നേഹമുള്ളവന് കൊല ചെയ്യാനാകില്ലല്ലോ. സ്നേഹം ചെയ്യുന്നവന്, സ്നേഹം പരിഗണനയുള്ളവന് ജഡിക പാപങ്ങളിലേക്ക് വീണു പോകാനാകില്ല. സ്നേഹിക്കുന്നവൻ്റെ ഭവനത്തിൽ മോഷ്ടിക്കാനോ അവനെതിരെ കള്ളസാക്ഷി പറയാനോ നമുക്ക് സാധിക്കില്ല. ഏറെ ശ്രദ്ധേയമായ പരാമർശം ഈശോ നടത്തിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ പാലിച്ച് എന്നെ സ്നേഹിക്കുന്നവനോടുകൂടെ ഞാനും എൻ്റെ പിതാവും വസിക്കും. ഈ പ്രത്യാശയുടെ വചനം നമുക്ക് ആശ്വാസമേകട്ടെ പ്രിയപ്പെട്ടവരെ. ഇനി അങ്ങോട്ടുള്ള ആ ജീവിത പന്ഥാവിൽ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ അവനെ സ്നേഹിക്കുന്നവരാകാൻ, അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാകാൻ, അവനോട് ചേർന്ന് വാസം ചെയ്യുന്നവരാകാൻ, പിതാവ് ചേർന്നിരുന്ന് വസിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ഉടമകളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.